ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് ഞാൻ ലൈവ് പറയുന്ന ഒരു വിഷയം നിങ്ങൾ ജീവിതത്തിൽ നല്ലോണം പഠിച്ചോണം, മനസ്സിലാക്കി വെച്ചോണം. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജീവിതത്തിൽ വലിയ രീതിയിൽ നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒത്തിരി വൈകി അറിയുന്ന സത്യങ്ങളായി. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, കേൾക്കുന്നവരും; രണ്ട്, അനുഭവിക്കുന്ന നിങ്ങളും. ഞാൻ ഈ പറഞ്ഞ ലൈവായി എന്റെ കൂടെ നടന്ന് കേൾക്കുന്ന നിങ്ങൾ. മനസ്സിലാവുന്നു? അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗുണം ചെയ്യണം. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ വലിയൊരു പ്രശ്നം, ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സമൂഹത്തിൽ വലിയ ഒത്തിരി അന്തരങ്ങളൊക്കെ ഉണ്ട്. കാരണം അതായത് നമുക്കൊരു കാര്യം അറിയാം, നമ്മളോട് ഞാനിത് എന്റെ എല്ലാ സൈക്കോളജി വശം പറഞ്ഞുതരാം കേട്ടോ. അതായത് കൂട്ടുകാർ തമ്മിലായാലും നമുക്ക് വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട് കാണുമ്പോൾ, പക്ഷെ ഫേസ്ബുക്കിൽ കൂടെ വെച്ചലക്കും. മനസ്സിലാവുന്നു? അതെന്താ കാര്യം എന്ന് വെച്ചാൽ, അതിനകത്ത് വരുമ്പോ ഇവന്റെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതായത് അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെ ഇഷ്ടമില്ലാത്തവർ നമ്മളോടൊപ്പം നടക്കുന്നവരാണ്, പക്ഷെ അവർക്ക് നമുക്ക് ഇഷ്ടമല്ല. എങ്ങനെ അറിയണം? നമുക്ക് തിരിച്ചറിയണ്ടേ അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന്. അത് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും. മനസ്സിലാവുന്നു? അപ്പൊ ഫ്രണ്ട്സിനെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇതെങ്ങനെ തിരിച്ചറിയാം? നമുക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തവർ. മനസ്സിലാവുന്നു? അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിക്കുക. മനസ്സിലായോ? അത് പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയാം. കേട്ട് മനസ്സിലാക്കുക, ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുകയും വേണം. മനസ്സിലാവുന്നു? സംസാരത്തില് ഒന്നാമത്തെ പോയിന്റാ പറയുന്നത്, നിങ്ങളെ ഇഷ്ടമില്ലാത്തവരുടെ ലക്ഷണങ്ങളാ പറയുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ, സംസാരത്തിൽ താല്പര്യമില്ലായ്മ കാണിക്കും. അതായത് ചുരുങ്ങിയ വാക്കുകളിൽ നിർത്തും, കണ്ണിൽ നോക്കി സംസാരിക്കും. പോയിന്റ് മനസ്സിലായോ? എന്താണ് ചുരുങ്ങിയ വാക്കുകളിൽ നിർത്താൻ അവർ ആഗ്രഹിക്കും. രണ്ട്, നമ്മുടെ കണ്ണിൽ നോക്കിയായിരിക്കത്തില്ല അവർ സംസാരിക്കുന്നത്. നമ്മളിപ്പോ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യും, ഫോണിന്റെ ക്യാമറയെ നോക്കി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, വ്യക്തത കിട്ടും. മനസ്സിലാവുന്നു? ആ വീഡിയോയ്ക്കൊക്കെ അതേപോലെ ആയിരിക്കണം നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കും. ആ ക്യാമറയാണ്. കണ്ണാടി നന്നായാൽ ചങ്ങാതി നന്നായാൽ ഓക്കെ, അതേപോലെ തന്നെ. മനസ്സിലാവുന്നു? ഇനി നിങ്ങളുടെ വിജയങ്ങൾ ഇവരങ്ങ് ചെറുതാക്കും. ഓ, അത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാ എന്നൊക്കെ ചിലർ പറയും. അതവന്റെ ഭാഗ്യം കൊണ്ട്, ലക്ക. എന്നിട്ട് അടുത്ത രണ്ടാമത്തെ പ്രശ്നം, അത് നിങ്ങൾ മോള് തന്നെ പറഞ്ഞില്ലേ, അതൊരു കുശുമ്പായിരിക്കും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഇന്ന് സൂര്യൻ എന്ത് ഭംഗിയോടെ നിൽക്കുന്നുണ്ടോ? അതെല്ലാരെയും ഒന്ന് കാണിച്ച. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ, പിന്നിലൊരു സംസാരം ഉണ്ടാവും. നേരിൽ നമ്മളെ എന്തോ ചെയ്യും, അങ്ങ് പ്രശംസിക്കും. ചില സുഹൃത്തുക്കളുടെ പ്രത്യേകത എന്തോ, നേരിൽ അവർ നമ്മളെ എന്തോ ചെയ്യും, പ്രശംസിക്കും. പക്ഷെ എന്ത് ചെയ്യും, യഥാർത്ഥത്തിൽ പിന്നിൽ വേറൊരു വഴിയിലൂടെ കുത്തും. പിന്നിൽ വേറെ സംസാരമായിരിക്കും. ഐഡിയ കിട്ടിയോ? അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പം നേരിൽ നമ്മളെ പ്രശംസിക്കും, പിന്നിൽ നമ്മളെ നെഗറ്റീവ് പറയുകയും ചെയ്യും. പിന്നെ എപ്പോഴും ഒരു നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, താരതമ്യം ചെയ്യും. എന്തോ ചെയ്യും? താരതമ്യം ചെയ്യും എപ്പോഴും. ഇവിടെ ഇതിനെ ബെറ്ററായിട്ട് അവൻ ചെയ്യൂടാ. മനസ്സിലാവുന്നു? ഓ, ഇത് നിന്നെ കൊണ്ടതാ ഇങ്ങനെ പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവും. മനസ്സിലാവുന്നു? ഇതെല്ലാം ഇഷ്ടപ്പെടാത്തവർ കാണിക്കുന്ന, ഇതെന്തിനാ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫേക്കിന്റെ കാലഘട്ടമാണ്. മനസ്സിലാവുന്നു? അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആരാണ് നമ്മളോടൊപ്പം നടക്കുന്നതെന്നുള്ള അവകാശം ഇല്ലൂടെ നമുക്കറിയാൻ. അവരെ പറ്റി അറിയാനുള്ള ടെക്നിക്സ് ഇപ്പൊ പഠിപ്പിച്ചു തരുവാ കോച്ച് വർഗീസ്. ഗുഡ് മോർണിംഗ്. മനസ്സിലാവുന്നു? എന്നിട്ട് ഇത്തരക്കാരുടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചെറിയ കാര്യത്തിലും നമ്മളെ വിമർശിക്കും. എന്തോ ചെറിയ കാര്യത്തിലും ഇവര് നമ്മളെ വിമർശിക്കും. മനസ്സിലായോ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളെ വിമർശിക്കുന്ന എന്തെന്നറിയാമോ, നമ്മുടെ നെഗറ്റീവ് ഒക്കെ കണ്ടെത്തും. എന്തേ? നമ്മുടെ നെഗറ്റീവ് കണ്ടെത്തുക എന്നുള്ളത് ഇവരുടെ ഒരു വലിയ സന്തോഷകരമായ അനുഭവമാണ്. അടുത്തൊരു പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ അവഗണിക്കും. മനസ്സിലാവുന്നോ? നമ്മള് സോഷ്യൽ മീഡിയ നമ്മളെ കണ്ടാലും ഒന്നെ മൈൻഡ് ചെയ്യും, ഭയങ്കര ആക്റ്റീവായിട്ട് അതിനകത്ത് കാണും. നമ്മളെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമ്മളെ കണ്ടതായിട്ട് നടിക്കത്തുമില്ല, നമുക്ക് ലൈക്കും തരത്തില്ല, ഷെയറും തരത്തില്ല, കമന്റും തരത്തില്ല. ഇവന് വലിയ കണ്ടിട്ടേ ഇല്ല യവൻ. എന്നിട്ട് വേറൊരു കേസ് എന്തോന്ന്, ഈ സുഹൃത്തുക്കൾ നമ്മളെ അവഗണിക്കുന്ന ഒരു പ്രത്യേക ഗുണം എന്തോന്നറിയാമോ, യവന്മാരെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന യവന്മാരുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. മനസ്സിലാവുന്ന? ഒരു പ്രശ്നം വന്ന ഉള്ളിൽ സന്തോഷിക്കും.
പക്ഷെ ഇവൻ പറയുന്നത് ഇവനാ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന്. ഇവരെ തിരിച്ചറിയാതിരുന്നാൽ എന്താ പ്രശ്നം എന്നറിയാമോ? ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു സമയം ഇവന്മാർക്ക് വേണ്ടി കൊടുക്കും. മനസ്സിലായോ? ഇതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യണം? തിരിച്ചറിഞ്ഞ് മാത്രമേ പ്രവർത്തിക്കാവൂ. എന്ത് ചെയ്യണം? ഏത് കാര്യത്തെയും നമ്മൾ തിരിച്ചറിയണം. മനസ്സിലാവുന്നു? നിന്റെ ബുദ്ധിമുട്ട് വന്നാൽ സന്തോഷിക്കുന്നവന് അങ്ങനെ വേണോ? വേണ്ട. വേണ്ട. അന്നേരം പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത്തരക്കാരന്മാര് സംഭാഷണം ഒഴിവാക്കാൻ ശ്രമിക്കും. ഇവരുടെ വേറൊരു പ്രശ്നം എന്താ? സംഭാഷണം ഒഴിവാക്കാൻ ശ്രമിക്കും. ആര്? ഇത്തരക്കാര്. വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് അങ്ങ് തിരക്കാവും. മനസ്സിലാവും? അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കില്ല. അതിനൊരു റീസൺ ഇല്ലാത്തതല്ല. റീസൺ ഇല്ലാതെ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്നാലേ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് ഇഷ്ടമുള്ളവരാണോ എന്നറിയാനുള്ള ഓരോ വഴികൾ ഞാൻ പറഞ്ഞു തന്നാ ഇങ്ങനൊക്കെ കാണിക്കും. എന്നാൽ ഇനി പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈക്കോളജിയിലേക്കാണ് ഞാൻ വരുന്നത്. ഇതിനൊക്കെ ഒരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജി എന്തോ നിങ്ങൾ പഠിച്ചു നോക്കണം. അല്ലെ നിങ്ങളിത് വിശ്വസിക്കത്തില്ല. അതെന്ത് ചെയ്തില്ല? വിശ്വസിക്കത്തില്ല. അപ്പൊ ഇതിന്റെ ഒരു മനഃശാസ്ത്രം എന്താന്ന് ചോദിച്ചാ, ഒന്ന് ഈർഷ്യ. എന്തോ ഒരു ഈർഷ്യയാണ്. അതായത് ജലസിയ. എന്താ ഇതിന്റെ കാരണം? എന്താ? ജലസി. എന്തിനോ വേണ്ടി ഒരു അസൂയ. മനസ്സിലാവുന്നു? നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ വിജയം, സാമൂഹ്യപരമായ നിങ്ങളുടെ സ്വീകാര്യത, മനസ്സിലാവുന്നു? ഇതൊക്കെ യവനെ അങ്ങ് ഇൻസെക്യൂരിറ്റി ഇതുണ്ടാക്കും. എന്തോ ഇൻസെക്യൂരിറ്റി? എന്തോ ഇതാണ് മനഃശാസ്ത്രപരമായ പ്രശ്നം. നമ്മുടെ സുഹൃത്തുക്കളുടെയാണ് ഞാനീ പറയുന്നേ. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ അകാരണമായിട്ട് മാറ്റി നിർത്തുന്ന അല്ലെന്നുണ്ടെങ്കിൽ അവന്മാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കൽ വേ ആ പപ്പ പറഞ്ഞേ. അതിനകത്ത് എന്തോന്ന് ചോദിച്ചാൽ അതിന്റെ മനഃശാസ്ത്രപരം ഞാൻ പോയിന്റ് ആയിട്ടെണ്ണം പറഞ്ഞില്ലയോ? ആ സംഭാഷണങ്ങളൊക്കെ പറഞ്ഞല്ലോ. എന്തോ സംഭാഷണം ഒഴിവാക്കും, ആ കാര്യങ്ങള് കണ്ണി നോക്കി സംസാരിക്കത്തില്ല, അങ്ങനെ പുറകിന്ന് പറയും, മുന്നിൽ വന്നിട്ട് നമ്മളോട് പ്രശംസ പറയും. ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ അതിന്റെ മനഃശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. ഒന്നെന്താ? ഈർഷ, അതായത് ജലസി. മനസ്സിലായോ? നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു സ്വീകാര്യത കിട്ടുന്ന യവന്മാർക്ക് ഇഷ്ടമല്ല. അടുത്തെന്ന് പറഞ്ഞ ഈ താഴ്മ ബോധം എന്ന് പറയും. അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടല്ലേ? മനസ്സിലാവുന്നോ? മനസ്സിലായോ? അവർക്കാണ് യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം കുറവ്. ആർക്കാ? നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തിന് എന്തുകൊണ്ട്? ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ട്. മനസ്സിലാവുന്നോ? ആ കുറവ് നമ്മളെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ പ്രോബ്ലം ആർക്കാ? അവർക്കാ. അവരുടെ ആ പ്രശ്നം കൊണ്ട് നമുക്കിട്ട് താങ്ങാൻ നോക്കും. മനസ്സിലാവുന്നു? അതൊരു മനഃശാസ്ത്രപരമായ പ്രശ്നമാണ്. ജലസി ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അടുത്തൊരു പോയിന്റ് എന്തോന്ന് ചോദിച്ചാൽ ഈ പ്രൊജക്ഷൻ ചെയ്യുന്നൊരു സംഭവം. അതായത് നമ്മുടെ ഒരു ദൗർബല്യം ഉണ്ടെന്നുണ്ട്, അവരിൽ സ്വന്തം ദൗർബല്യം എന്ത് ചെയ്യും? നമ്മൾ കണ്ടെത്തും. അവരിലുള്ളൊരു പ്രശ്നമാണ്. ആ പ്രശ്നം അവർ നമ്മളിൽ കണ്ടെത്താൻ ശ്രമിക്കും. ഇതൊക്കെ ഈ കൂട്ടുകാരുടെ, ഇത് ഞാൻ പറഞ്ഞു തരുന്ന കൂട്ടുകാരുടെയാ. ഇതിലും വലിയൊരു സാധനം പറയുന്നതിന് മുമ്പ് ഞാൻ സുഹൃത്തുക്കൾ എങ്ങനെയാണ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കണ്ടേ? പഠിക്കണം. മനസ്സിലായോ? നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തളർച്ചയ്ക്ക് കാരണം ആരാ? നമ്മുടെ കൂടെ നിൽക്കുന്നവരാ. മനസ്സിലാവുന്നോ? അപ്പൊ കൂടെ നിൽക്കുന്നവരെ പഠിക്കണ്ടേ? അപ്പൊ കൂടെ നിൽക്കുന്നവരെ പറ്റി ഞാനൊരു 5-6 പോയിന്റ് പറഞ്ഞില്ലേ? ആ പോയിന്റിന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്തായിരുന്നു? ഈർഷ്യ എന്ന് പറഞ്ഞത്. പിന്നെന്താണ്? അവർക്കുണ്ടാവുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പിന്നെ പ്രൊജക്ഷൻ പറഞ്ഞ് സ്വന്തം ദൗർബല്യം അവർ നമ്മളിൽ കാണിക്കും. പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനെ തകർക്കുന്ന ഒരു വിഷയമാണ് കമ്പാരിഷൻ. എന്ത് ചെയ്യും? കമ്പാരിഷൻ. എന്ത് ചെയ്യും? എല്ലാം ഒരു മത്സരമായിട്ട് അങ്ങ് എടുക്കണോ? അങ്ങനെ എടുക്കരുത്. ഹായ് ബിപിൻ രാജ്, ബാബു ചായൻ, ഡെന്നി രാജു, എല്ലാവർക്കും നല്ല പ്രഭാതം. ഓക്കെ, ആ പ്രഭാതവും കാണിച്ചേക്കാം. മനസ്സിലായോ? സൂര്യൻ താണ്ട ഉദിച്ചു ഉയർന്നുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പം കമ്പാരിഷൻ മൈൻഡ് സെറ്റ് അത് നല്ലതാണോ? ഒരിക്കലും കമ്പാരിഷൻ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെക്കരുത്. എല്ലാം മത്സരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അടുത്തെന്ന് പറഞ്ഞാൽ ചിലരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്തെന്നറിയാമോ? അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ളത്. മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണം. അറ്റൻഷൻ സീക്കിംഗ് മൈൻഡ് സെറ്റ് ഉണ്ട് അവർക്ക്. മനസ്സിലാവുന്നോ? അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയർ അറ്റൻഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പൊ അവരെന്ത് ചെയ്യും? നിങ്ങളുടെ പോസിറ്റീവ് പറയും. അത് നിങ്ങളുടെ പോസിറ്റീവ് അല്ലോ, നിങ്ങളുടെ നെഗറ്റീവ് പറയും. മനസ്സിലാവുന്നോ?
അതാണ് അവരുടെ ഏറ്റവും വലിയ അറ്റൻഷൻ സീക്കിംഗ്, ആ നെഗറ്റീവ്. അതെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ 2-3 പേർ ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അവർ വേറൊരാളോട് സംസാരിക്കുമ്പോ എന്നെ പറ്റി മോശം പറയും. അവർക്ക് കേൾക്കാൻ പോസിറ്റീവ് പറഞ്ഞാൽ അവന് കേൾക്കുന്ന വലിയ ഇഷ്ടമല്ല. നമ്മുടെ എത്ര അടുത്തായാലും ഈ പണി പഠിച്ചോണം. മനസ്സിലായോ? നമ്മുടെ കൂട്ടുകാരനായാലും ശരി. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനെ, ഇപ്പൊ ലിനി എന്റെ കൂട്ടുകാരിയാണ്. അപ്പൊ ലിനിയുടെ അടുത്ത് ഞാൻ എന്റെ നന്മ പറയുമ്പോ ലിനി പറയും, ഇവിടെ വേറെ എന്തുകൊണ്ടേ, പെട്രോളൊക്കെ കഴിച്ചാണ്ടോടെ, അവിടെ വിലയൊക്കെ എങ്ങനെയാണേ എന്ന് പറഞ്ഞ ഈ വിഷയം മാറ്റും. നേരെ മറിച്ച് എന്റെ നെഗറ്റീവ് പറയുമ്പോണ്ടല്ലോ ലിനി പറയും, ആഹാ എന്നിട്ട് മനസ്സിലായോ? ഇതാണ് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ. നമ്മുടെ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ ഒരുത്തനെ അടുപ്പിക്കത്തില്ല. എന്നോട് ഒരുത്തന്റെ നെഗറ്റീവ് പറഞ്ഞു വന്നാൽ ഞാൻ കേൾക്കാറില്ല, കണ്ടം വഴി ഓടിക്കും. ഞാനും അങ്ങനെ. അങ്ങനെ ആവണം. അത് ചെറിയ കേസൊന്നുമല്ല, നല്ലോണം മൈൻഡ് പ്രാക്ടീസ് ചെയ്താലേ നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ അമ്മരെന്ത് ചെയ്യും? ഞാൻ എല്ലാവരും വേണം, ലോകത്ത് എല്ലാവരും എനിക്ക് സുഹൃത്തുക്കളാവണമെന്നാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, എല്ലാവരെയും ഫ്രണ്ട് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലാവുന്നു? എല്ലാവരെയും ഫ്രണ്ട് ആക്കിക്കൊണ്ട് എന്റെ ജീവിതം കളയാനല്ല. അവർ ഫ്രണ്ട് ആവുമ്പോൾ അവർ ആവശ്യമുള്ളത് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. അവരുടെ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുക. ആവശ്യക്കാർ പിന്നെന്തോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരും ആർക്കും വേണ്ടി വരണ്ട. ജീവിതത്തിൽ ഫ്രണ്ട് ആവണം അങ്ങനൊന്നും ഇല്ല. അതൊന്നും അല്ല. അതൊക്കെ നിങ്ങളുടെ അപ്പനും അമ്മയും കുടുംബവും ഒക്കെ നോക്കിക്കോളൂ. നിന്റെ വിഷയത്തിനല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. അടുത്ത ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവ ഇപ്പൊ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നീ അവനോട് പറഞ്ഞില്ല നിന്റെ പ്രശ്നം, അവ എങ്ങനെ അറിയും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫ്രണ്ടാണെ അവൻ സഹായിക്കും. മനസ്സിലാവുന്നു? അപ്പൊ അതെന്താണ്? അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉണ്ട്. മനസ്സിലായാൽ? പിന്നെന്ന് പറഞ്ഞാൽ ഈ കൺട്രോൾ ഇഷ്യൂസ് ഉണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അതും ഈ കൂട്ടുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു സാധനം സോഷ്യൽ മീഡിയയുടെ പറഞ്ഞു തരാൻ വേണ്ടിയാ. അപ്പൊ അതായത് അവര് സ്വതന്ത്രമായി നമ്മളങ്ങ് മുന്നേറുവാന്ന് വെച്ചു, അവരുടെ കൺട്രോൾ പോകും. കൺട്രോൾ ഇഷ്യൂ. നമ്മൾ സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് മുന്നേറുമ്പോ യവന്മാരുടെ ഊപ്പാട് വരും. മനസ്സിലാവുന്നോ? അവന്മാര് ഭയങ്കരമായിട്ട് വേദനിക്കും. മനസ്സിലായോ? അവരുടെ കൺട്രോൾ അങ്ങ് പോകും. എന്നിട്ട് പറഞ്ഞ് യവന്മാരുടെ വേറൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇവർ പഴയ കാലഘട്ടത്തിലെ വേദനകളും അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പണ്ടവ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പണ്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ സ്ലേറ്റില് അല്ലെന്നുണ്ടെങ്കിൽ പെൻസിൽ അടിച്ചോണ്ട് പോയി. എപ്പോഴാ പറയുന്നത്? 25 വർഷത്തിന് ശേഷം ഓർത്തുകൊണ്ടിരിക്കും. എമാരെ എന്തൊരു പരിപാടി എമാരെ. പക്ഷെ ഇത് പറയത്തില്ല. എവിടെങ്കിലും നമ്മുടെ ഒരു സ്ലേറ്റോ പെൻസിലോ കിട്ടിയവ അടിച്ചോണ്ട് പോകാൻ വേണ്ടി കാത്തിരിക്കും. മനസ്സിലാവുന്നോ? അതേ മൈൻഡ്. ഫാസ്റ്റ് ഹർട്ട് ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എമാരുടെ വേറൊരു വിഷയം. മുമ്പുണ്ടായ ഒരു കാര്യം അവർക്ക് മറക്കാൻ കഴിയാത്തതില്ല. മനസ്സിലായോ? അങ്ങനെയുള്ളവർ നമ്മളെ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചോണം. അതുകൊണ്ട് കൂട്ടുകാരോട് എപ്പോഴും എന്ത് ചെയ്യണം? തുറന്ന് സംസാരിക്കണം. മനസ്സിലായോ? തുറന്ന് സംസാരിക്കണം. എന്നിട്ട് ലോ ഇമോഷണൽ ഇന്റലിജൻസ്, അതൊരു വലിയ പ്രശ്നമാണ്. സ്വന്തം വികാരം ഉണ്ടല്ലേ, തിരിച്ചറിയാൻ കഴിയാത്തവര്, തിരിച്ചറിയാനുള്ള കൈകാര്യം ചെയ്യാനും കഴിയത്തില്ല. എന്താ? സ്വന്തം ഇമോഷണൽ എന്ത് ചെയ്യത്തില്ല? തിരിച്ചറിയാൻ കഴിയത്തില്ല. ലോ ഇമോഷണൽ ഇന്റലിജൻസാ. അതുകൊണ്ട് അവര് വേറെ എന്ത് ചെയ്യും? അതിന്റെ പേരിൽ നമ്മളോട് വഴക്കിടുന്ന ഒരു സാഹചര്യം വരും. അവർക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നോ? ആ സാഹചര്യം ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ സാഹചര്യത്തിന്റെ പേരിൽ വേറൊരാളെ എന്ത് ചെയ്യും? പഴിക്കുന്ന അവസ്ഥ. മനസ്സിലായോ? നമ്മുടെ അപ്പച്ചനുണ്ട്, അപ്പുറത്തൂടെ പോകുന്നുണ്ട്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ കടക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ സൗഹൃദ ബന്ധങ്ങൾ മിക്കതും സോഷ്യൽ മീഡിയയുമായി കണക്റ്റഡ് ആണ്. ഏത് സുഹൃത്തായാലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യും. ഇത് പറയാനാണ് ഞാൻ വന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ? മനസ്സിലാവുന്നോ? സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമുക്ക് പണി തരുന്നവന്മാരെ കണ്ടെത്തുന്നത് എങ്ങനെ? അവരെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം? നല്ല ഫ്രണ്ട്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം? ഈ 2 പറയാനാണ് ഞാൻ ഇത്രയും പോയിന്റുകൾ ആദ്യം പറഞ്ഞത്. ഓക്കെ. ഒന്ന്, പേഴ്സണലൈസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒന്നും വ്യക്തിപരമായിട്ട് ആക്കരുത്. മനസ്സിലാവുന്നോ? കാരണം എന്താണെന്നറിയാമോ? ഇവിടെ നിന്ന് പതുക്കെ പോകും. പേഴ്സണലൈസ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങൾ ആലോചിച്ചോണം, അവർക്ക് നിങ്ങളോട് എതിരുണ്ടാകുന്നതല്ല മെയിൻലി പ്രശ്നം. അവരുടെ ഫ്രസ്ട്രേഷൻ അവരെഴുതി വെക്കുന്നതെന്ന് ആലോചിച്ചോണം. എന്തോ? അതാ അവരുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾ അവരങ്ങ് എഴുതും. അല്ല നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. മനസ്സിലാവുന്നു? അതിന്റെ സൈക്കോളജിക്കലായിട്ട് ഒരു സംഭവം എന്താന്ന് ചോദിച്ചാൽ, നേരിൽ പറയാൻ, നിങ്ങളോട് നേരിട്ട് പറയാനുണ്ടോ? നീ ആണ്ടോ അങ്ങോട്ട് നോക്കിയാണ്. നേരിട്ട് പറയാൻ എന്താണ്? നേരിട്ട് പറയാൻ വയ്യ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ആ ഫ്രസ്ട്രേഷൻ ഇതിലേക്കൂടെ എഴുതി തീർക്കും. സോഷ്യൽ മീഡിയയിലൂടെ എഴുതി. എന്റെ സൈക്കോളജി പഠിച്ചു. എല്ലാത്തിന്റെ സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒന്നാമത്തെ എന്റെ സൈക്കോളജി മനസ്സിലായോ? എന്താ പറഞ്ഞേ? പേഴ്സണലൈസ് ചെയ്യരുത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ അവരെഴുതി വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ
നേരിൽ പറയാൻ പറ്റാത്തത് അവരെന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിലൂടെ എഴുതുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, തർക്കിക്കാനുള്ള സ്ഥലമായിട്ട് ഇതിനെ കാണണ്ട, വിട്ടുകളഞ്ഞേക്കണം. മനസ്സിലാവുന്നു? അടുത്ത രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈലന്റ് സ്ട്രാറ്റജി ഉപയോഗിക്കുക. എന്ത് ചെയ്യണം? സൈലന്റ് സ്ട്രാറ്റജി. എവിടാണ് അതായത് ഞാൻ ഇത്രയും പറയാം, സീൻ ആൻഡ് ഇഗ്നോറൻസ്, കാണുക, കളയുക. മനസ്സിലായോ? അതാണ് സൈലന്റ് സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത്. എന്ത് ചെയ്യണം? അറ്റൻഷൻ കിട്ടാതിരിക്കുന്നത് കൊണ്ട് ഇവരെന്ത് ചെയ്യും? നെഗറ്റീവ് പീപ്പിൾ അവരെന്ത് ചെയ്യും? നെഗറ്റീവ് പീപ്പിൾസ് അതൊരു വലിയ തോൽവിയായിട്ട് കാണും. അതായത് ഇപ്പൊ നിങ്ങളെ അറ്റൻഷൻ നിങ്ങൾ കൊടുത്തില്ലല്ലോ. ഒരാൾ ഫേസ്ബുക്കിൽ കുണൂണാന്ന് എഴുതി, നമ്മൾ എഴുതി തന്നെ നെഗറ്റീവ് എഴുതി, നമ്മൾ അതിനെ ശ്രദ്ധിച്ചില്ല. അപ്പൊ ആർക്ക് വിഷമം ഉണ്ടാവും? അതാണ് അവന്റെ ഏറ്റവും വലിയ തോൽവി. മനസ്സിലാവുന്നു? അവന്റെ ഏറ്റവും വലിയ തോൽവി എന്തുവാ? നമ്മുടെ അറ്റൻഷൻ കൊടുക്കാതിരിക്കുന്നത്. അതിന്റെ സൈക്കോളജി മനസ്സിലായോ? നമ്മളവിടെ എന്തോ അതിന്റെ സൈക്കോളജി എന്തോ? അറ്റൻഷൻ കിട്ടാതിരിക്കുമ്പോൾ നെഗറ്റീവ് ആൾക്കാർ വളരെയേറെ വേദനിക്കും. പഠിച്ചോ? അടുത്തൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു അണ്ണാറക്കണ്ണൻ റോഡിയിരിക്കുന്നു, അവന്റെ ഒരു ഫോട്ടോ ആലോചിക്കുക, ഇങ്ങോട്ട് വരണോ അത് അങ്ങോട്ട് പോകണോന്ന്. ഓക്കെ. അടുത്തൊരു പ്രശ്നം എന്തോന്ന് ചോദിച്ചാൽ പ്രൈവസി കൺട്രോൾ ഉപയോഗിക്കണം. എന്തോ? പ്രൈവസി കൺട്രോൾ ഉപയോഗിക്കണം. അവൻ പോയി. മനസ്സിലാവുന്നോ? ഈ പ്രൈവസി കൺട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടല്ലേ, അവരാരൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എവിടേക്കാണ് റെസ്ട്രിക്ഷൻസ് എടുക്കേണ്ടതെന്നുള്ളത് നോക്കണം. മനസ്സിലായോ? എവിടേക്കാണ് കമന്റ് ഇടേണ്ടതെന്ന് നമ്മൾ നോക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കിട്ടും. മനസ്സിലാവുന്നോ? എല്ലാവരും കടന്ന് ഇടുകാൻ നിൽക്കേണ്ട. അതായത് ബൗണ്ടറി സെറ്റിംഗ്. മനസ്സിലായോ? എന്താ ബൗണ്ടറി സെറ്റിംഗ്? എന്ത് ചെയ്യുന്നത്? ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന. പഠിച്ചോ? അതിന്റെ സൈക്കോളജി എന്തോ? ബൗണ്ടറി സെറ്റിംഗ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. പക്ഷെ അതൊരു അഹങ്കാരമല്ല. മനസ്സിലായോ? അല്ലാതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവൻ പറഞ്ഞ ചൊറിയുന്നത് നിങ്ങൾ ഏറ്റെടുക്കണോ? വേണോ? അതാണ് പ്രൈവസി. അതായത് പ്രൈവസി കൺട്രോൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞതിനകത്ത് അതിന്റെ സൈക്കോളജി എന്താണ്? ബൗണ്ടറി സെറ്റിംഗ്സ് ആണ്. അടുത്തേന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്. എന്തായിരുന്നു? നമ്മളൊരു ക്ലാരിഫിക്കേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നോ? ഈ ഡയറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ മനസ്സിലാവുന്നോ? ഇത് കൊടുക്കുന്നത് നമ്മൾ ഒരു കമന്റ് ഇട്ട് അവൻ ഡയറക്ട്ലി നമ്മളെ അങ്ങ് അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത്. ആ കമന്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ നമ്മൾ ഇൻബോക്സിൽ പോയി മറുപടി പറഞ്ഞാൽ മതി. മനസ്സിലായോ? പബ്ലിക് ആയിട്ട് അതിനുള്ളൊരു മറുപടി കൊടുക്കണ്ട. മനസ്സിലാവുന്നോ? അല്ല, അതിന്റെ കാരണം അതിന്റെ സൈക്കോളജി എന്തോന്ന് വെച്ചാൽ പലതും മിസ്ഗൈഡ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. മനസ്സിലാവുന്നു? എല്ലാത്തിനും അങ്ങനെ മറുപടി കൊടുക്കണമെന്നുള്ള ആഗ്രഹം ചെയ്യുന്ന അയാളുടെ ഒരു സാഹചര്യമായിരിക്കാം. അങ്ങനെ ആയാൽ മനസ്സിലാവുന്നു? അതുകൊണ്ട് പല കാര്യവും മിസ്ഗൈഡിങ് ആണ്. അതുകൊണ്ട് ഈ ഹട്ടേഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ വേദനിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഇനി അടുത്തൊരു പോയിന്റ് എന്തോന്ന് ചോദിച്ചാൽ, അടുത്തെന്ന് പറഞ്ഞാൽ ഈ കമ്പാരിഷൻ ട്രാപ്പ് ഉണ്ടല്ലോ. നമ്മൾ കമ്പയർ ചെയ്യരുത്. മനസ്സിലാവുന്നു? എനിക്ക് ലൈക്ക് തന്നില്ല, മറ്റവന് ലൈക്ക് കൊടുത്ത്, എന്റെ ഷെയർ ചെയ്തില്ല, എന്നെ കണ്ടില്ല. മനസ്സിലാവുന്നു? ഇതൊന്നും സെൽഫ് ഗ്രോത്തിന്റെ ഇതായിട്ട് അളക്കരുത്. മനസ്സിലായോ? നിങ്ങൾ ഇത് എങ്ങോട്ട് വെച്ചിട്ട് ഇത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ നിന്നാൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കൂടത്തേ ഉള്ളൂ. ഇതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ അത് ചെയ്യണ്ട. മനസ്സിലായോ? എന്നിട്ട് അടുത്ത എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് സർക്കിൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. എന്താ? നിങ്ങളുടെ പോസിറ്റീവ് സർക്കിൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. മനസ്സിലാവുന്നോ? അപ്പം പോസിറ്റീവ് സർക്കിൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവിനെ എല്ലാം മാറ്റി കൊടുത്താം. അപ്പൊ നമുക്ക് എന്തോന്ന്, ഇമോഷണൽ എനർജിക്ക് ഒരു പരിമിതിയുണ്ട്. അന്നേരം നമ്മള് യഥാർത്ഥത്തിൽ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള പരിധി ആർക്കേ കൊടുക്കാവൂ? ആവശ്യമുള്ളവനെ കൊടുക്കാവൂ. മനസ്സിലാവുന്നോ? ഹായ് നാസർ കൊട്ടാരക്കര. മനസ്സിലായോ? ആവശ്യമുള്ളവന് മാത്രമേ നമ്മൾ ഇമോഷണൽ ആയിട്ട്. എന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ ഇമോഷണൽ ആവും. നമ്മൾ ആവശ്യമില്ലാതെ ഇമോഷണലായി അവൻ നമ്മളെ പറ്റിക്കുവാന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇമോഷണൽ എനർജി എന്ന് പറഞ്ഞാൽ പരിമിതമാണ്. ശരിയായ ആൾക്കാർക്കേ കൊടുക്കാവൂ. മനസ്സിലാവുന്നു? ഇനി അടുത്തൊരു പോയിന്റ് ഫേസ്ബുക്കിൽ വാട്സപ്പിലും അത് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം, ട്രിഗർ ഉണ്ടല്ലോ, ട്രിഗർ കൺട്രോൾ ചെയ്യണം. മനസ്സിലാവുന്നു? ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പോസ്റ്റ് അങ്ങ് മ്യൂട്ടാക്കുക. എന്ത് ചെയ്തേക്കണം? അപ്പൊ നമുക്ക് എന്തോ ചെയ്യും? മനസമാധാനം കിട്ടും. ഈ നമുക്ക് മനസമാധാനമാണോ വേണ്ടത്, അതോ ഓൺലൈൻ ഡിബേറ്റ് ആണോ വലുത്? മനസമാധാനമാണോ ഓൺലൈൻ ഡിബേറ്റ് ആണോ വലുത്? മനസമാധാനം. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? അതങ്ങ് മ്യൂട്ട് ചെയ്ത് വിട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയയെ ഡീൽ ചെയ്യേണ്ടത്. പഠിച്ചോ? ഓൺലൈൻ ഡിബേറ്റ് ആണ്. അത് വേണോ ആവാം. അങ്ങനെയുള്ളതൊക്കെ വളരെ റെയർ ആയിട്ടായിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഫ്രസ്ട്രേഷൻ ആണ്. മനസ്സിൽ പെണ്ണുമ്പിള്ളയുടെ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മണ്ടേ തീർത്ത് കളയും. അതുകൊണ്ട് അവൻ പിറ്റേന്ന് അത് ഓർക്കത്തോലുമില്ല ചിലപ്പോ.
ആ കമന്റ് അവ ഇട്ടിട്ട് ഒരു ലവിന്റെ ചിഹ്നം അടിക്കും. എന്തിനാ? പറയാനുള്ളത് പറയണ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്യും, അങ്ങനെ അടിക്കുകയും ചെയ്യും. മനസ്സിലായി? ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നിങ്ങളോട് ഒന്ന് പറയും, മറ്റുള്ളവരോട് മര്യാദയോടെ സംസാരിക്കുന്നവനെ കൂടെ കൂട്ടരുത്. മനസ്സിലായോ? അപ്പോഴേ കളഞ്ഞേക്കണം. നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങളുടെ ഒരു വിജയം ഉണ്ടായി. അപ്പൊ എന്താ ചെയ്യുന്നറിയാം? സർക്കാസം അടിക്കും. എന്താ ചെയ്യും? തമാശ പറയും. യമ്മരെന്ത് ചെയ്യുന്നറിയാം? തമാശ രൂപേണെ നമ്മളെ വന്നിട്ട് അന്ന് ആക്കും. അങ്ങനെയുള്ളവനെ അംഗീകരിക്കരുത്. അവനെ അപ്പോഴേ അങ്ങ് എന്ത് ചെയ്തേക്കണം? അവന് തോന്നരുത് നമ്മൾ അവനെ കളയുവാന്ന്. നമ്മൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് ഇരിക്കുക. മനസ്സിലാവുന്നു? എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ബിസിയാണെന്ന് പറഞ്ഞാൽ. പിന്നെ ആവശ്യത്തിന് മാത്രം നമ്മുടെ അടുത്ത് വരുന്നവനെ കൊന്ന വിശ്വസിക്കരുത്. എന്ത്? മനസ്സിലായോ? അതായത് ഒരു പോയിന്റ് പറഞ്ഞാൽ, നിങ്ങളെ ഇഷ്ടമില്ലാത്തവരെയും സന്തോഷിപ്പിക്കാൻ പോകരുത്. ഇത്രയേ ഉള്ളൂ പോയിന്റ്. നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നു? സമൂഹത്തിൽ ഇവന്മാര് നമ്മുടെ അടുത്ത് ആക്റ്റീവ് അല്ലേ? ഇവർക്ക് യഥാർത്ഥത്തിൽ നമുക്ക് എന്തോ ഇഷ്ടമല്ല. അവരുടെ അൾട്ടിമേറ്റ് എന്തോ അവർക്ക് ഇഷ്ടമല്ല. ആ വലിയ വെട്ടിക്ക് നമ്മുടെ ലിയോണോട് സ്നേഹമാണ്. നമുക്ക് അൾട്ടിമേറ്റ് നമുക്ക് ഇഷ്ടമല്ല. അല്ല, അവർക്ക് നമ്മളെ ഇഷ്ടമല്ല. അവർക്ക് വേണ്ടി നമ്മുടെ എനർജി കൊടുക്കണോ? കൊടുക്കണോ? എന്താ ഞാൻ പറഞ്ഞേ? നമ്മുടെ സമയം അൾട്ടിമേറ്റ് അവർക്ക് വേണ്ടി കൊടുക്കണം. എന്നാ പാപ്പം മനസ്സിലായോ? ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയേ നമ്മുടെ സമയം കൊടുക്കുക. ആ സമയം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ആ കൊച്ചുപെട്ടിക്ക് നമ്മുടെ ലിയോണെ ഇഷ്ടമല്ല, വലുതിന് ഇഷ്ടമാണ് കേട്ടോ. അയ്യടാ വൃത്തിയിട്ടവനെ. അതുകൊണ്ടാ കൊച്ച് പെണ്ണ ആണോ? ഓക്കെ. ഇനി എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ നേഹ? ഇതിന്റെ സൈക്കോളജിക്കൽ വശം മനസ്സിലായോ? അതുകൊണ്ട് ഇത് അവഗണനയല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരു മുൻകരുതൽ എടുക്കുന്നുള്ളതേ ഉള്ളൂ. കാരണം സോഷ്യൽ മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ അല്ലേ നീക്കൂട്ടാ, സോഷ്യൽ മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ നശിപ്പിക്കൂടെ? മനസ്സിലാവുന്നോ? നിങ്ങളുടെ വാക്കുകൾ. അപ്പൊ നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടായിരിക്കും സോഷ്യൽ മീഡിയ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ നന്മകൾ ഇങ്ങനെ പറയുന്നു. നന്മ പറയുമ്പം ഒരു നെഗറ്റീവ് മൈൻഡ് ഉള്ള ഒരാൾക്ക് ഇത് നന്മയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നോ? ഇവനങ്ങ് ആളാവാൻ നിൽക്കുവോ? ഇവൻ ആരടാ എന്ന് മനസ്സിലാവുന്നോ? നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളി വന്ന് എന്തോ പ്രസംഗത്തിന്റെ ഇത് പറയണമെന്ന് പറഞ്ഞു. ഉടനെ അവിടെ നിൽക്കുന്ന എല്ലാവരും കൂടെ എന്ത് ചെയ്യാം? ഞാൻ പ്രസംഗത്തിന്റെ ഇതിന് പഠിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇത് അങ്ങനെയല്ല, കഥ പറയുക. എന്നാ പള്ളി ഒന്ന് ഇഷ്ടംപോലെ ഞാച്ചപ്പൊടി കുച്ചപ്പൊടി പ്രസംഗിക്കുമ്പോ അവര് പറയൂ ഇല്ല. കാരണം എന്താ? എന്നെ അറിയാവുന്നവരായതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഐഡിയ മനസ്സിലായോ? എന്നെ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ അവരെന്താ പറഞ്ഞാനെ, ഇതുപോലൊരു പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടില്ല. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? ഇല്ല. അപ്പച്ചനോട് ഇരിക്കുക, ഞങ്ങളോട്. നേഹ മനസ്സിലായോ? നിങ്ങൾ ഈ പബ്ലിക്കിനെ നോക്കണ്ട. മനസ്സിലാവുന്നോ? നന്മ തരുന്ന അവനെ അപ്പോഴേ വിളിച്ചേക്കണം. ഇവിടെ നമുക്കൊരാള് നമ്മളോട് സ്നേഹമാണ്, ലവ് ചിഹ്നം ഇട്ടിട്ട് പോകൃത്തരം പറഞ്ഞാൽ നമ്മൾ അതെങ്ങനെ സ്നേഹമാണ്? മനസ്സിലാവുന്നു? നിങ്ങൾക്ക് അവരെ കാണുമ്പം അവരുടെ സംസാരം, അവരുടെ ബിഹേവ്, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടർ ബിഹേവും വ്യത്യസ്തമാണെന്ന് പപ്പ എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാ? ഒരാൾ നമ്മളെടുത്ത് നടിക്കും. എന്നെ കാണുമ്പോൾ ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് മുണ്ടും താഴ്ത്തിയൊക്കെ ഇടും. മനസ്സിലാവുന്നോ? അത് അവൻ പെരുമാറുക. യഥാർത്ഥത്തിൽ അവന്റെ സ്വഭാവം അതല്ല. നമ്മളങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് മുണ്ടും മടക്കി കൂട്ടിയിട്ട് അങ്ങനെ ചിന്തിക്കും. അത് അംഗീകരിക്കരുത്. നമുക്കൊരാളുടെ പെരുമാറ്റത്തിൽ നിന്ന് അറിയാൻ പറ്റും. അയാൾ ഒന്നും ചെയ്യണ്ട, അയാൾ ചിരിക്കുക പോലും വേണ്ട.